നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം. നമ്മൾ വളരെ കണ്ണിന് കുളിർമ നൽകുന്ന ചില കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം നേതാക്കളെ ഒന്നടങ്കം കാണുകയാണ്. ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിലായി അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ എത്തി സൗഹൃദ സന്ദർശനമൊക്കെ നടത്തി, സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി. ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തു. ശേഷം പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങൾ വളയുകയുണ്ടായി. എന്താണ് അകത്ത് സംസാരിച്ചതെന്ന ചോദ്യത്തിന് അത് അകത്ത് സംസാരിച്ച കാര്യങ്ങൾ പുറത്തു പറയാൻ സാധിക്കില്ല എന്നായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകൾ. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുമോ എന്ന ചോദ്യത്തിന് വരുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്, 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണപരിചയമൊക്കെ മുതലാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഈ ഒരു വലിയൊരു നിയോഗം താൻ ഏറ്റെടുക്കാൻ പോകുമ്പോൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിയോഗം താൻ ഏറ്റെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെ വന്ന് കണ്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ എത്തിയതെന്നായിരുന്നു വി.ഡി. സതീശൻ പ്രതികരിച്ചത്. മാത്രമല്ല, ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ സാധിക്കില്ല. അതായത് രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയം ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പുരോഗതിക്കായി, ഉന്നമനത്തിനായി ഒന്നിച്ച് നിൽക്കേണ്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒന്നിച്ച് നിൽക്കും എന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ചെറുപുഞ്ചിരിയോടെ പിണറായി വിജയൻ വി.ഡി. സതീശൻ്റെ അടുത്ത് നിന്ന് അതെല്ലാം കേൾക്കുകയായിരുന്നു. പിണറായി വിജയനോട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പക്ഷേ ഇത്രയും മതി, ഇനി കൂടുതൽ സംസാരിക്കേണ്ട, അദ്ദേഹത്തെ പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ വകഞ്ഞു മാറ്റുകയായിരുന്നു പിണറായി. എന്തായാലും വളരെ മനോഹരമായ, നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ വളരെ കുളിർമ നൽകുന്ന കൗതുകകരമായ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വീട്ടിലെത്തിയപ്പോൾ പുറത്തിറങ്ങി വന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്വീകരിച്ചു. തുടർന്ന് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി ചായ നൽകി. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തി സന്ദർശിച്ചിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാണ് വി.ഡി. സതീശനെ പിണറായി വിജയൻ സ്വീകരിച്ചത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിണറായിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പുതിയ സർക്കാർ അവസാനിപ്പിക്കേണ്ടതില്ലെന്നും സർക്കാർ തുടർച്ചയാണെന്നും നിയുക്ത മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതായത് പിണറായി സർക്കാർ കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ, നല്ല സംരംഭങ്ങൾ, നല്ല പദ്ധതികൾ അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെ വ്യക്തമാക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തും. പിണറായി സീനിയർ നേതാവാണെന്നും ഭരണപരിചയമുള്ള ആളാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പുതിയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വന്ന് കണ്ടതാണെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൃശ്യങ്ങളിൽ നിന്നൊക്കെ അത് വ്യക്തമാണ്. അതിനുശേഷം മാധ്യമങ്ങളോട് കൂടുതൽ സംസാരിച്ചത് വി.ഡി. സതീശൻ തന്നെയാണ്. പിണറായി കൂടുതൽ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുക മാത്രമാണ് ചെയ്തത്. തിരുവനന്തപുരത്തെ ഒരു വാടക വീട് പിണറായി വിജയൻ എടുത്തിരുന്നു. ആ വാടക വീട്ടിലെത്തിയായിരുന്നു വി.ഡി. സതീശൻ സന്ദർശിച്ചത്. പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്താണ് വി.ഡി. സതീശനെ സ്വീകരിച്ചത്. പിണറായിക്കൊപ്പം ഭാര്യ കമലയും മകൾ വീണയും കൊച്ചുമകനും സതീശനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. വി.കെ. പ്രശാന്തും, അതായത് വട്ടിയൂർക്കാവ് മുൻ എം.എൽ.എ വി.കെ. പ്രശാന്തും പിണറായിയുടെ വീട്ടിലുണ്ടായിരുന്നു. 2016 മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ സന്ദർശിച്ചിരുന്നു. ആ കാര്യം ഈ സമയത്ത് ഓർപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ, അതായത് ചിലരൊക്കെ വാദിക്കുന്നുണ്ട്, ഇപ്പോൾ വി.ഡി. സതീശൻ കാണിച്ചത് വലിയ മാതൃകയാണ്, ഇതുപോലെ പിണറായി കാണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമൊക്കെ ഒരു വശത്ത് നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി അവരുടെ അറിവിനായിട്ട് പറയുകയാണ്, 2016 മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. അതുകൊണ്ട് ഇതൊരു പുതുമയുള്ള കാര്യമല്ല. അതായത് നിയുക്ത മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ നേരത്തെയുള്ള മുഖ്യമന്ത്രിയോ വീട്ടിൽ വന്ന് സന്ദർശിക്കുന്ന ഒരു പുതുമയുള്ള കാര്യമല്ല. എങ്കിൽ പോലും അതൊരു കൗതുക കാഴ്ചയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ പറ്റണം, അത് പറ്റുമെന്നാണ് പ്രതീക്ഷ. അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കില്ല, രാഷ്ട്രീയമുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് പോലും കേരളത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുമെന്ന ഒരു ആഹ്വാനം, എന്നൊരു പ്രതിജ്ഞയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ എടുത്തിരിക്കുന്നത്. എന്തായാലും 5 വർഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി പോരടിച്ചവരാണ് വി.ഡി. സതീശനും പിണറായി വിജയനും. അവരിപ്പോൾ സ്ഥാനങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥാനങ്ങൾ മാറി നിൽക്കുമ്പോൾ അവർ രണ്ടുപേരുടെ ആ ഒരു സന്ദർശനം, സൗഹൃദ സംഭാഷണമൊക്കെ വലിയൊരു ശ്രദ്ധേയമായി, രാഷ്ട്രീയത്തിൽ വലിയൊരു ശ്രദ്ധേയ കൗതുക കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഇനിയുള്ള 5 വർഷം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സഭയിലുണ്ടാകും. പോരടിക്കും, വാക്ക് തർക്കമുണ്ടാകും, വിമർശനങ്ങൾ ഉണ്ടാകും, പോരാട്ടമുണ്ടാകും. കേരളത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കും എന്ന്
എന്ന് തന്നെയാണ് ഇരുവരും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായും CPM സംസ്ഥാന സമിതി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായും പ്രഖ്യാപിക്കുന്നത്. ആദ്യമായാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവും ആകുന്നത് എന്ന ഒരു നേർക്കുനേർ പോരാട്ടം ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാകാൻ CPM പ്രഖ്യാപനമുണ്ടായത്. എന്തായാലും ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നുണ്ട്, മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനെ പേടിക്കേണ്ടതില്ല, പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയനെ പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ളൊരു രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് സ്ഥാനങ്ങൾ മാറിയുള്ള ഇവരുടെ പോരാട്ടമെന്ന്. അതേസമയം രമേശ് ചെന്നിത്തല പിണക്കത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ മുറുകെ പിടിക്കുകയായിരുന്നു. പക്ഷേ വി ഡി സതീശനെ തിരഞ്ഞെടുത്തു, മറ്റു രണ്ടുപേരെ എങ്ങനെ അനുനയിപ്പിക്കുമെന്ന ചോദ്യം ബാക്കിയായിരുന്നു. പക്ഷേ KC വേണുഗോപാൽ അയഞ്ഞു. എന്നാൽ രമേശ് ചെന്നിത്തല പിണക്കത്തിലാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയും വീട്ടിലെത്തി കണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ. രമേശ് ചെന്നിത്തലയുമായി ഉറപ്പായി സംസാരിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു. അതനുസരിച്ച് അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി സൗഹൃദ സംഭാഷണം നടത്തുന്ന ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം ഇപ്പോൾ പുറത്തു വരികയാണ് വി ഡി സതീശൻ. പുതുപ്പള്ളി ഹൗസിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണമെന്ന് മറിയാമ്മ ഉമ്മനോട് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. 2006 മുതൽ 2011 വരെയായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണകാലം. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായപ്പോൾ സഭയിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ അവസരം നൽകി. മന്ത്രിയാകാത്തതല്ല, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാകാത്തതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മുന്നിൽ വി ഡി സതീശൻ പ്രാർത്ഥിച്ചു. അധികാരത്തിന്റെ പത്രാസിനിടയിൽ പാവപ്പെട്ടവരെ മറക്കരുതെന്നാണ് തന്റെ തീരുമാനം. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നത് കൂട്ടായി തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. പിതാവിനോടുള്ള സ്നേഹം കാരണമാണ് വി ഡി സതീശൻ എത്തിയതെന്ന് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. വി ഡി പറഞ്ഞ വാക്കുകളാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എഴുതിയത്. കേരളത്തെ നയിക്കാൻ ഏറ്റവും യോഗ്യൻ അദ്ദേഹമാണ്. ഉമ്മൻചാണ്ടിയെ പോലെ പ്രാപ്തനാണ് വി ഡി സതീശനെന്നും ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ കാണാനായി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെത്തി. തിരുവനന്തപുരത്തെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയാണ് വി ഡി സതീശൻ അദ്ദേഹത്തെ കണ്ടത്. ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയതിന് പിന്നാലെ ചെന്നിത്തല പെട്ടെന്ന് ബന്ധുവീട്ടിലേക്ക് പോയിരുന്നു. ഇതിനുശേഷം അദ്ദേഹം തിരികെ എത്തിയതിന് പിന്നാലെയാണ് പിണറായി വിജയനെ കണ്ടതിന് ശേഷം ചെന്നിത്തലയെ കാണാനായി വി ഡി സതീശൻ എത്തിയത്. VT ബൽറാം, അബിൻ വർക്കി തുടങ്ങിയ നിയുക്ത MLA-മാരും ചെന്നിത്തലയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിനുള്ളിൽ ഇരുവരും സംസാരിച്ചതിന് ശേഷം പുറത്തെത്തി മാധ്യമങ്ങളെ കണ്ടു. എന്താണ് സംസാരിച്ചതെന്ന ഒരു ആകാംക്ഷയൊക്കെ നിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടിയെ കഴിഞ്ഞ ദിവസം തന്നെ അനിഷ്ടം അറിയിച്ചിരുന്നു ചെന്നിത്തല. മാത്രമല്ല ഇന്ന് രാവിലെയോടെ വന്ന വിവരങ്ങൾ ചെന്നിത്തല രാജിയിലേക്ക് കടക്കുകയാണോ എന്ന ഒരു ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. മാത്രമല്ല വി ഡി സതീശൻ G കാർത്തികേയന്റെ വീട്ടിലെത്തി ഓർമ്മകളിൽ വിതുമ്പി കരയുകയുണ്ടായി. ശാസ്തമംഗലത്തെ വീട്ടിൽ കാർത്തികേയന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു വി ഡി സതീശൻ. KS ശബരിനാഥൻ സതീശനെ സ്വീകരിച്ചു. കാർത്തികേയന്റെ ഭാര്യ സുലേഖ ചേർത്ത് പിടിച്ചപ്പോഴാണ് സതീശൻ വികാരാധീനനായത്. ചീഫ് മിനിസ്റ്റർ അങ്ങനെ കരയരുത്, ചീഫ് മിനിസ്റ്റർക്ക് കരച്ചിലൊന്നും വരരുതെന്ന് പറഞ്ഞ് സുലേഖ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.